തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉണ്ടാവുന്നത്. അദ്ദേഹം കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വന്നിരുന്നു. തൃശ്ശൂരിൽ വന്നിരുന്നു, കൊച്ചിയിൽ വന്നിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ അദ്ദേഹം വന്നു പോയെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി തന്നെ കേരളത്തിലേക്ക് എത്തുന്നു എന്നതാണ് പ്രത്യേകത. എന്തുകൊണ്ട് BJPക്ക് കേരളം പ്രധാനപ്പെട്ട സ്ഥലമാകുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെയും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാത്ത സംസ്ഥാനത്ത് അതിനുള്ള സാധ്യതകൾ ഇത്തവണ BJP തേടുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാഴ്ചകൾക്കും വാർത്തകൾക്കുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പത്തനംതിട്ട സുപ്രധാനമായ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ വേദിയാകുമോ എന്ന പ്രത്യേകതയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും എത്തുകയാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ NDAയുടെ സ്ഥാനാർത്ഥി. അടുത്ത ചൊവ്വാഴ്ച നരേന്ദ്രമോദി പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ മാർച്ച് 15-ന് പാലക്കാടും പത്തനംതിട്ടയിലും എത്തുമെന്നായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ രീതിയിൽ നേരത്തെ നിശ്ചയിച്ച ഷെഡ്യൂളിന് ചില മാറ്റങ്ങൾ പിന്നീട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുള്ളത്. ശ്രീജിത്തും ഒപ്പം ശരണ്യ സ്നേഹജനും രഞ്ജിത്ത് രാമചന്ദ്രനും പത്തനംതിട്ടയിൽ രാവിലെ മുതലുണ്ട്. അതിന്റെ സമഗ്ര കവറേജാണ് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആദ്യം ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രധാനമന്ത്രി 11 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം അല്പം വൈകിയേക്കും, അദ്ദേഹം എത്താൻ വൈകും എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഞാൻ 2019 വർഷത്തിൽ സജിത്ത്, പ്രധാനമന്ത്രിയുടെ വരവിന്റെ ഒരു കൃത്യസമയം ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സമയം പറയാം. 12:10 അദ്ദേഹം നാഗർകോവിൽ ഹെലിപ്പാഡിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പുറപ്പെടും. 1:05 പത്തനംതിട്ട ഹെലിപ്പാഡിൽ, അതായത് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അവിടെ നിന്ന് 1:10 ഈ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടും. 1:15 ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ, ഈ സമ്മേളനം നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. എന്തായാലും പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്ക് ഇവിടേക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേതാക്കൾ PC ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ശരണ്യുണ്ട് ഒപ്പം. എങ്ങനെ പോകുന്ന പരിപാടികളൊക്കെ എത്രമാത്രം ആവേശകരമാണ് നരേന്ദ്രമോദിയുടെ സ്വാഭാവികമായിട്ട് വളരെ BJPക്ക് അനുകൂലമായ തരംഗം ഉണ്ടാക്കാൻ അങ്ങനെ വന്ന ഭയങ്കരമായ സ്വാധീനമുണ്ട്. അത് ഈ രാഷ്ട്രീയം വേണ്ടി ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്വാഭാവിക ഒരു സംഭവമാണ്. അത് തന്നെയല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ നാടിന് വളർച്ച ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിൻ്റെതായ ഒരു നേട്ടം BJPക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ ഒരു പരാതിയും സ്ഥാനാർത്ഥി സംബന്ധിച്ചൊക്കെ ചില കമന്റുകളൊക്കെ വന്നിരുന്നല്ലോ. ഇപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് എങ്ങനെയാണ്? ഇല്ല, എനിക്കങ്ങനെ ഒരു പരാതിയില്ല. ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചില്ല മോളെ, പിന്നെ എന്തിനാ വർത്തമാനം പറയാം? നിങ്ങൾ പത്രക്കാർ ചോദിക്കുന്നു, ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഉത്തരവാദിത്വമില്ല അതിനകത്ത്. ഞാൻ സീറ്റ് വേണമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സൈറ്റ് തന്നില്ലെന്ന് എങ്ങനെ പരാതി പറയും? പത്തനംതിട്ടയുടെ സ്പന്ദനം അറിയുന്ന ആളാ. സ്പന്ദനം അറിയുന്ന എത്ര പേരുണ്ട്? ഞാൻ മാത്രമല്ല, എത്ര പേര് കിടപ്പുണ്ട്. ഞാൻ BJPയുടെ ഒരു പ്രവർത്തകൻ എന്ന തന്നെയാണ് നിന്നത്. സംശയം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു സ്ഥാനമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന്. പക്ഷെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ ആളുകളുടെയും ഒക്കെ ഒരു അഭിപ്രായമൊക്കെ വിലയിരുത്തി അല്ലെ എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കണ്ടേ? അത് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ പല മാനദണ്ഡങ്ങൾ അത് സ്വീകരിക്കുന്ന ഒരു തീരുമാനമല്ലേ. അത് അവർക്ക് കിട്ടിയ ഒരു ബാക്കപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത്ര തന്നെ. കഴിഞ്ഞ തവണത്തേക്കാൾ സാഹചര്യം എങ്ങനെയാണ്? മെച്ചപ്പെടും? ഒന്നിനൊന്ന് മെച്ചമായിരിക്കും, സംശയം. പിന്നെ ഒരു കാര്യം കൂടെ അടുത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഈ BCA സ്ഥാനാർത്ഥി ആകാത്തതുകൊണ്ട് പിണക്കമുള്ള സഭകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ BJP RSS പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പിണക്കം മാറ്റിയോ? എന്റെ ജോലിയല്ല. PC പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ എന്നുള്ള ആളുകളില്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതൊന്നും എന്റെ ജോലിയല്ല. അതൊക്കെ പാർട്ടിയുടെയാണ്. പാർട്ടി ആ ജോലി ചെയ്യും. PC ഇപ്പൊ പാർട്ടിയാണ്. അതെല്ലാം അവർ പാർട്ടി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം ക്ലിയറാണ്. പത്തനംതിട്ട ഒരു കഴിഞ്ഞ തവണ 3 ലക്ഷം വോട്ട് കിട്ടിയല്ലോ ഏതാണ്ട് സുരേന്ദ്രൻ. അങ്ങനെയല്ല പ്രശ്നം. കഴിഞ്ഞ തവണ 1ാം സ്ഥാനം ആന്റോ ആന്റണി, 2ാം സ്ഥാനം നമ്മളെ പത്തനംതിട്ടയിലെ ഇവിടുത്തെ മന്ത്രിയായിരിക്കുന്ന സ്ത്രീ SFI CPM, 2ാം സ്ഥാനം, 3ാം സ്ഥാനം സുരേന്ദ്രനാണ്. ഇത്തവണ അതിനൊരു മാറ്റം വന്ന് BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായാൽ ഒരു നല്ല ഫൈറ്റിന് സാധ്യത തെളിഞ്ഞു.
കഴിഞ്ഞ തവണത്തേനേക്കാൾ വലിയ കൂടിയ ഒരു മത്സരമാണ് ഇപ്പം നടക്കാം, ഒരു സംശയം വേണം. ആ മത്സരം കൂടുതൽ ശക്തമായ മത്സരത്തിലേക്ക് ഇത്തവണ എത്തിയിട്ടുണ്ടല്ലേ? എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി വരുന്ന ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലെന്ന്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ ആന്റോ ആന്റണി ജയിലിൽ പോയി. ആന്റോ ആന്റണി എന്ന ഇന്ത്യൻ പട്ടാളത്തെ അപമാനിച്ചിരിക്കുകയല്ലേ ഇന്നലെ. എത്ര മോശമായി പോയി. അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കും അല്ലേ? ഒയ്യോ, സംശയമുണ്ട്. എന്ത് മടയത്ര ആള് പറഞ്ഞത്. അയാൾ ജയിലിൽ പോകാൻ ബാധ്യസ്ഥനല്ലേ? അയാളെ എം പി സ്ഥാനം രാജിവെക്കേണ്ടതാണ്. ഇന്ത്യൻ പട്ടാളത്തെ കൊന്നത് അത് രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു പറയാന്ന് പറഞ്ഞാൽ, അതായത് ഈ കുഴിബോംബ് വെച്ച കൊന്നത്, ആ മരണം കഴിഞ്ഞ് പാകിസ്ഥാൻ ക്ഷമ പറഞ്ഞു. തെറ്റായിപ്പോയെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. എന്ന് മാത്രമല്ല, ഇന്ത്യൻ പട്ടാളം നമ്മുടെ വീരമൃത്യു മരിച്ച പട്ടാളക്കാരോടുള്ള ആഭിമുഖ്യവും സ്നേഹത്തിനും പ്രകൃതി പാകിസ്ഥാന്റെ അതിർത്തി പോലും ലംഘിച്ച ഉള്ളിൽ കയറി വെടിവെച്ചു വന്നു. അന്താരാഷ്ട്ര സമൂഹം പോലും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്ത്. തെറ്റാ മര്യാദയുടെ പാകിസ്ഥാനിലോട് ആ സംഭവം പറ്റും. ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉദ്ദേശിച്ച് കളങ്കം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എത്രയോ മോശമാണ്. ആന്റോ ആന്റണി കേസിൽ പ്രതിയാവും. എന്തുകൊണ്ടാണ് ആന്റോ ആന്റണി അങ്ങനെ പറഞ്ഞത്? പി സിക്ക് അറിയാലോ, ആന്റോയുടെ പൾസൊക്കെ അറിയാലോ. അയക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണോ? ഞാൻ ചില തീവ്രവാദികൾ വോട്ട് കിട്ടാൻ വേണ്ടി ഉപകരിക്കുമായിരിക്കാം. പക്ഷെ തീവ്രവാദികൾ വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കല് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തട്ടിക്കളയുമല്ലോ. $110 ബില്യൺ അബദ്ധമാണ് ക്ഷമ പറയണം. ഈ ലോകത്തിലെ ഏത് രാജ്യത്തും ഇപ്പൊ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയോ, ഞാൻ ഒരിക്കലും ഇന്ത്യക്കെതിരല്ല, ഭാരതത്തിനെതിരല്ല. പാകിസ്ഥാൻ പട്ടാളം കാണിച്ച മര്യാദകളാണത്. ആ ഗവൺമെന്റ് കാണിച്ച തെറ്റായിപ്പോയി എന്നതിന് പരസ്യമായിട്ട് പറയണമേ, അല്ലാതെ രക്ഷപ്പെടുകയാണ്. പ്രധാനമന്ത്രിയൊക്കെ ഇത് വേദിയിൽ ഉന്നയിക്കുമായിരിക്കും അല്ലേ? സാധ്യതയുണ്ട്. എനിക്ക് ഏത് വേദി ഉണ്ട് ആ വേദിയിൽ പറയും, സംശയമില്ല. അത് ന്യായമല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇത് CPM ഗുണമാവോ? തോമസ് ഐസക്കിന് ഗുണമാവോ? CPM എന്നാ ഗുണം? CPM അതിന് കാര്യം ഐസക്കല്ലേ? ഐസക്ക് ഇപ്പം ഒരു 4.5 ലക്ഷം കോടി രൂപയുടെ ഉത്തരം പറയണം. അത് കഴിഞ്ഞ് ബാക്കി പറയാം. കഴിഞ്ഞ തവണ പോലും 3 ലക്ഷം വോട്ട് അടുത്തെത്തിയ ആളാണ് CPM. ഇവിടെ CPM എത്തിയ ഐസക്കല്ല എത്തിയത്. ഐസക്കിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, കിഫ്ബി എവിടെ നിന്നുണ്ടാക്കിയത്? 4.5 ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളം. അതായത് ഈ പോലീസുകാരും നമ്മളെല്ലാവരും 1,28,800 രൂപ വെച്ച് കടവാ തരണ്ടേ? ഞാൻ ആ കട ആരോടും മേടിച്ചു. എന്നെ എന്തെങ്കിലും കടക്കാരനാക്കി ഉത്തരം പറയണ്ടേ? ഐസക്കാരന് ഉത്തരം പറഞ്ഞിട്ട് വോട്ട് പിടിക്കും. ഇതൊക്കെ തന്നെയാണോ ഗ്രൗണ്ടിലെ ഒരു പൾസ്? ഈ ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. ജനം ഇതെല്ലാം പഠിക്കും. നമ്മളെക്കാൾ വിവരമുള്ളവരാ ജനങ്ങൾ. വേദിയിൽ പ്രസംഗിക്കുന്നുണ്ടോ? എന്തായാലും അതാണ് PC ജോർജ് നേരത്തെ എത്തിയിരിക്കുകയാണ്. ഷോണും അടുത്ത് തന്നെ ഉണ്ട്. അവർ നേരെ വേദിയിലേക്ക് പോകുന്ന പ്രവർത്തനമാണ്.